അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകളിൽ ഒരു ഹദീസ് ഇങ്ങനെയാണ്. വളരെ മനുഷ്യജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ, അർത്ഥവത്തായ, മനുഷ്യൻ ഏത് കാലത്തും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സംഗതിയാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മനുഷ്യൻ ഏത് കാര്യം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ അയാൾ ചെയ്യാൻ പാടുള്ളൂ. ഭൗതികമായിട്ടുള്ള മറ്റ് നേട്ടങ്ങൾ കണ്ടുകൊണ്ടാവാൻ പാടില്ല അയാൾ ആ കാര്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹദീസിൽ പറയാൻ പോകുന്ന നേട്ടത്തിന് അയാൾ അർഹനായി തീരുക എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഹദീസ് ഉദ്ധരിക്കുന്നത് പ്രസിദ്ധ സഹാബി, ഒന്ന് അനസ് ബിൻ മാലിക്, രണ്ടാമത്തേത് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ, ഇവരിൽ നിന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്: അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം അയാൾ വല്ല മരവും കായ്ക്കുന്ന വല്ല മരവും അയാൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, ഔ യസ്റഉ സർഅൻ, അല്ലെങ്കിൽ അദ്ദേഹം വല്ല ഇളംകൃഷിയും നടത്തുകയാണെങ്കിൽ, രണ്ടായിരുന്നാലും കായ്കനികളുണ്ടാക്കുന്ന പല ഫലമൂലാദികൾ നൽകുന്ന വൃക്ഷങ്ങൾ, ചെടികൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് പക്ഷിയോ ഫയഅകുലു മിൻഹു തൈറുൻ, അല്ലെങ്കിൽ ഔ ഇൻസാൻ, മനുഷ്യനോ, ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ മൃഗമോ, ആരും തന്നെ അതിൽ നിന്ന് തിന്നട്ടെ, ഇല്ലാ കാന ലഹു സദഖ, അയാൾക്ക് സദഖയായി മാറുന്ന. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മളുടെ കൃഷി നശിച്ചു, അല്ലെങ്കിൽ കണ്ടമാനം പക്ഷികൾ വന്ന് പിന്നെ ഈ കായ്കനികൾ കൊത്തിത്തിന്നു, അല്ലെങ്കിൽ മറ്റ് കാട്ടുമൃഗങ്ങൾ വന്നിട്ട് നമ്മളുടെ കൃഷി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടാറുണ്ട്. വേവലാതിപ്പെട്ടുകൂടാന്നല്ല, ആ നഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഭൗതികാർത്ഥത്തിൽ വേദന ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്, അയാൾക്ക് ഇതിൽ എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും അത് അയാൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ല എന്നുള്ളത്. ഇവിടെ അയാൾക്ക് നഷ്ടപ്പെട്ടുള്ളത് ശരിയാണ്, അതിൻ്റെ കുറേ പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാവിയിലും ഇനിയും കൃഷി ചെയ്യാനും ആ രംഗത്ത് അധ്വാനങ്ങൾ ഇറക്കാനും ഒക്കെ അയാൾക്ക് ധൈര്യം പകരുന്ന, അയാൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സംഗതി എന്താണ്? ഞാനിതൊക്കെ ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടില്ല, എല്ലാം അള്ളാഹുവിങ്കൽ എനിക്കത് തിരിച്ചു കിട്ടും, നാളെ പരലോകത്ത് എനിക്കതൊക്കെ എൻ്റെ നന്മയുടെ പട്ടികയിലാണ് അള്ളാഹു ചേർക്കുക എന്നുള്ള ഒരു ബോധ്യവും അയാൾക്കുണ്ടാവുന്നു. അതോടുകൂടി തന്നെ അയാൾക്ക് ഈ രംഗത്ത് ഒരിക്കലും തന്നെ നിരാശ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ നിരാശരായിട്ട് ജീവനൊടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ തലയിൽ കൈകെട്ടി വിളിച്ചാർക്കുകയോ ചെയ്യാൻ പോകില്ല. അവർ വന്ന ഈ ആപത്തിൽ, നട്ടത്തിൽ അവർ ക്ഷമിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അതിന് പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതി പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാർഷിക വൃത്തി എന്ന് പറയുന്നത് അയാളുമായി മാത്രം ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അയാളുടെ നേട്ടവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. അത് സമൂഹത്തിലെ മൊത്തം ആളുകളുമായി ബന്ധപ്പെട്ട, അവരുടെ നേട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർഷകനെ സംബന്ധിച്ച് അയാൾ നിരാശപ്പെട്ട് ഇതിൽ നിന്ന് പിന്തിരിയാണെങ്കിൽ അത് മനുഷ്യകുലം പട്ടിണി കിടക്കാനും മറ്റുമൊക്കെ കാരണമായി തീരും എന്നതും ഇതിൻ്റെ മറ്റൊരു വശം. അപ്പോൾ അവർക്ക് ഈ ഭൗതിക ജീവിതത്തിൽ പ്രചോദനം നൽകേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇസ്ലാമിക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
ആ ഗവൺമെൻറ്റുകൾ അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അതോടൊപ്പം ഈ ലോകത്ത് ഇത് നഷ്ടപ്പെട്ടു പോയാലും എന്നേക്കുമായ നഷ്ടമല്ലാന്നും ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് വെച്ചു പുലർത്താൻ കഴിയുന്നു. അതോടുകൂടി അവർ വീണ്ടും കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഈ രംഗത്തേക്ക് കടന്നു വരികയാണ് ചെയ്യുക. ഇതേ കാര്യം തന്നെയാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലുള്ളത്. അവിടെ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഇല്ലാ കാന മാ ഉക്കില മിൻഹു ലഹു സദഖ. അതിൽ നിന്ന് ആരെങ്കിലും തിന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് സദക്കയാണ്. ഒമാ സുരിഖ മിൻഹു ലഹു സദഖ. ഇനി അതിൽ നിന്ന് ആരെങ്കിലും വല്ലതും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും സദക്കയാണ്. ഒമാ അക്കല മിൻഹു സബഉ മിൻഹു. വന്യമൃഗങ്ങൾ വല്ലതും തിന്നിട്ടുണ്ടെങ്കിൽ ഫഹുവ ലഹു സദഖ. അതും അയാൾക്ക് സദക്കയാണ്. ഒമാ അക്കലത്തി തൈറു ഫഹുവ ലഹു സദഖ. അതുപോലെ തന്നെ പക്ഷികൾ തിന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് സദക്കയാണ്. വലാ യസ്റഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖ. അയാൾക്ക് അതിൽ ആരും ഒന്നും ഒരു കുറവും വരുത്തുന്നില്ല, അതൊക്കെ അയാൾക്ക് സദക്കയായി മാറിയിട്ടല്ലാതെ എന്നാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അയാൾക്ക് പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാനുള്ള പ്രചോദനമാണ് ഇത്തരം ഹദീസുകൾ നൽകുന്നത് എന്നതുകൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.